ഡയറക്ടർ മുകേഷ് കുമാർ സിംഗ് ദൂരദർശനിലേക്ക് ഒരു വാഗ്ദാനം. നീ എന്താ ഈ വേഷത്തില് ഇപ്പൊ നാടകത്തില? ഇത് ഒറിജിനലാ. വൈഫൈ ഒക്കെ ഉണ്ട്. പാസ്വേഡ് 2255. എടാ എനിക്ക് നിന്നെ വേഷത്തെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. അല്ല നീ എന്താ ഇവിടെ? കാട്ടവരാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലങ്കൾട്ട് കാട്ടവരാതം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. തിണ്ണ 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 തിണ്ണമെടുക്കുകയാണെങ്കിൽ തിണ്ണൻ, അതാണ് കണ്ണപ്പൻ. ഇവൻ കഥാനായകൻ വിഷ്ണു മാഞ്ചോ. ഇനി അദ്ദേഹത്തിന്റെ വരവാണ്. ആരാണത്? മലയാളത്തിന്റെ വാണമടിയിൽ നിനക്കെന്നെ വാണമടിയില്ല, വാണം കൊണ്ട് നിനക്കെന്നെ ജയിക്കാനാവില്ല. അതായത് അമ്പയത്തില് കണ്ണപ്പയുടെ അമ്പിന്റെ ഉള്ളക്കോടെ ലാലട്ടൻ അമ്പ് ചെയ്ത് ആ അമ്പിനെ സ്പ്ലിറ്റാക്കി ലാലട്ടൻ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന സ്ഥലത്താണ് ഫസ്റ്റ് ഹാഫ്. അത്രേ ഉള്ളൂ ലാലട്ടൻ, പിന്നെ ഇല്ല കേട്ടോ. അത്രയുള്ളൂ. ഞാൻ വെറുതെ കുറെ സ്വപ്നം കണ്ടുപിടിയായി. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ലാലട്ടനെ കാണണം എന്ന് ഡൈഹാർഡ് ഫാൻസിന് ഉണ്ടെങ്കിൽ പടത്തിന്റെ ടൈം നോക്കുക. ഫസ്റ്റ് ഹാഫ് ഏകദേശം നമുക്ക് ഊഹിക്കാലോ. 3 മണിക്കൂർ പടം 1.5 മണിക്കൂറിന് കുറച്ച് മുമ്പ്, അരമണിക്കൂർ മുമ്പ് കയറി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പരിപാടി കാണും. വാണം. അത് ഞാൻ 3 മണിക്കൂറുണ്ട് പരിപാടി. പക്ഷെ മലങ്കൾട്ടായിട്ട് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. കാരണം ഇതിൽ കാണിക്കുന്ന പരിപാടികൾ വെച്ച് കഴിഞ്ഞാൽ 916 മലങ്കൾട്ടാണ്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അതായത് നിങ്ങൾ നോർമലായിട്ട് പോയിട്ട് കാണാം, നടൻ അടിച്ചിട്ടും കാണാം, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ശരി. നിങ്ങൾക്ക് കണ്ടിട്ട് മലങ്കൾട്ടായിട്ട് ആസ്വദിക്കാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. സംഭവം അരോചകമാണ്. ഫ്രിഞ്ച് ഫെസ്റ്റാണ്. ചില നേരത്തെ കോണയുണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ല. ലാസ്റ്റ് നായകൻ കണ്ണൊക്കെ ചൂഴ്ന്നിട്ട് മറ്റേ എന്തിരനില്ലേ രജനീകാന്ത് മറ്റേ എന്തിരന് കണ്ണ് ഫിറ്റാക്കില്ല പോലെ 2 കണ്ണൊക്കെ ചൂഴ്ന്നിട്ട് നായകൻ ഒരു കണ്ണ് ചൂഴ്ന്ന് കണ്ണ് ഫിറ്റാക്കും. ഇതിനായിരുന്നു ഇത്ര ബിൽഡപ്പ്. ഇത് AI-യിലാണ് എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോ കുറെ AI വീഡിയോസ് കാണുന്നില്ലേ? അപമാനിച്ചു ഞാൻ പോയിക്കോട്ടെ. അക്ഷയ് കുമാറിന്റെ തല മാത്രമേ ഉള്ളൂ, ബാക്കി എന്തോ കാർഡ്ബോർഡിൽ അങ്ങ് വെട്ടി വെച്ചതാ. കുറെ പാക്സ് ഒക്കെ ഉണ്ട്. എന്താ ഉറക്കം വരുന്നു. പിന്നെ ശരത് കുമാർ ഉണ്ട്. ശരത് കുമാർ പുള്ളിയുടെ ലുക്കെല്ലാം കൊള്ളാം. പക്ഷെ ഈ പൊട്ടപ്പടത്തിൽ ഒരു കാര്യമില്ല. അപ്പൊ ആ പ്രതീക്ഷയും പോയി. പിന്നാണെങ്കിൽ വില്ലൻ വരുന്നു. കാട്ടുപെണ്ണിന്റെ വെള്ളം വേണമെന്ന്. എന്ത് വേടാ പറയുന്നത്? എന്ത് ക്രിഞ്ച് ഡയലോഗ് അത്. കാട്ടുപെണ്ണിന്റെ വെള്ളം വേണമെന്ന്. എന്തിന്?